ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. കേരളത്തിലും നാടൊട്ടുക്കും എന്ന് വേണ്ട ലോകം മുഴുവൻ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അഗതി മന്ദിരങ്ങൾ കൂടി വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഗതി മന്ദിരങ്ങൾ കൂടി വരുന്നത്? നമ്മളെ ലാളിച്ചു വളർത്തിയ പ്രിയപ്പെട്ടവരെ അവരുടെ വാർദ്ധക്യ സമയത്ത് അഗതി മന്ദിരത്തിൽ തള്ളുന്ന പ്രവണത കൂടി വരുന്നു. സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ്. ലിംഗവ്യത്യാസം അതിനൊരു തടസ്സമേ അല്ല. തീർച്ചയായും വീട്ടിലെ എല്ലാവരും ജോലി ചെയ്യണം. ഈ ആശയത്തോട് ഒട്ടുമിക്ക ആളുകൾക്കും യോജിപ്പാണ് താനും. എന്ന് വെച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ളവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് കൊഴിഞ്ഞു നിൽക്കാൻ സാധ്യമാണോ? തീർച്ചയായും അല്ല എന്ന ഉത്തരം തന്നെയാകും ഈ വീഡിയോ വീക്ഷിക്കുന്ന താങ്കൾക്കും. സർക്കാർ പെൻഷൻ കിട്ടുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും വിശ്രമ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ഒരുപാട് പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാവരും സമന്മാരായി ജീവിക്കുന്നത് കാണുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് താനും. എന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ചർച്ച കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല ഇത്. പക്ഷേ ഏത് ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും നിരന്തരമായ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇത് ഒരു സർക്കാർ തലത്തിൽ പരിഹാരം കാണേണ്ട വിഷയമാണ്. നമ്മൾ തൽക്കാലം ചർച്ച കേരളക്കരയിൽ ഒതുക്കി നിർത്തുമ്പോൾ കേരളത്തിൽ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാണല്ലോ. കേന്ദ്ര സംസ്ഥാന ജോലികളിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ലക്ഷത്തിനടുത്ത് വരെ പെൻഷൻ കിട്ടുന്നു. പിന്നെ ഒരുപാട് ക്ഷേമനിധി ബോർഡുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമ്മൾ അടക്കുന്ന വിഹിതത്തിനനുസരിച്ച് ഏകദേശം 5000 രൂപയിൽ താഴെ പെൻഷൻ അവിടെയും കിട്ടുന്നു. ഇവിടെയാണ് വിശ്രമ ജീവിതം നയിക്കുന്നവർ തരംതിരിക്കപ്പെടുന്നത്. ഈ തരംതിരിവ് നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ. ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് ഈ നിർദ്ദേശം വെക്കുന്ന എനിക്കും അറിയാം. പക്ഷേ നിരന്തരമായ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടേ മതിയാവൂ. പരിഹാരമാവുന്നതുവരെ നമ്മുടെ ചർച്ച തുടരും. പരിഹാരവും നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കുവാൻ 500 രൂപ ദിവസം ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 15000 രൂപ മാസം 55 വയസ്സായ എല്ലാവർക്കും സർക്കാർ നൽകണം. മാത്രമല്ല 55 വയസ്സ് മുതൽ എന്ത് അസുഖം വന്നാലും മുഴുവൻ ചികിത്സയും സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാക്കുകയും വേണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്ത് നല്ല നടക്കാത്ത സ്വപ്നമെന്ന്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കുകയാണ്. കേരളത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന അന്നു മുതൽ 55 വയസ്സായ എല്ലാവർക്കും 15000 രൂപ പെൻഷൻ ലഭിക്കണം. നിയമം പ്രാബല്യത്തിൽ വന്ന അന്നു മുതൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഈ 15000 രൂപ തന്നെയാണ് പെൻഷൻ ലഭിക്കുക. ഇപ്പോഴുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഇപ്പോഴുള്ള നിയമമനുസരിച്ച് തുടരും. ഇപ്പോൾ നിലവിൽ ഉള്ള മുഴുവൻ ക്ഷേമനിധി ബോർഡുകളും പിരിച്ചുവിട്ട് ഒറ്റ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക. ഈ ബോർഡ് കേരളത്തിൽ 55 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് 15000 രൂപ നിക്ഷേപിക്കും. ഇനി ഫണ്ട് വരുന്ന വഴി ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങി നിഷ്ക്രിയ ആസ്തിയായി ബാങ്കിൽ കിടക്കുന്ന പൈസ, ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപ പെൻഷൻ വാങ്ങുന്ന ആൾ ചിലവാക്കുന്നത് ഏകദേശം 15000 രൂപ. ബാക്കി 85000 രൂപ നിഷ്ക്രിയ ആസ്തിയായി ബാങ്കിൽ കിടക്കുന്നു. ഈ പൈസ കൊണ്ട് മറ്റ്6 പേർക്ക് സുഖമായി ജീവിക്കാം. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റിലെത്തുന്നത്. ഏത് ജോലി ചെയ്താലും 55 വയസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ വ്യക്തിക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്ന് 15000 രൂപ പെൻഷൻ കൊടുക്കും. ഇതാണ് കേരള പെൻഷൻ ഏകീകരണ ബോർഡ്. ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ട് എല്ലാവർക്കും ഒരേ പെൻഷൻ. മുഖ്യമന്ത്രി മുതൽ താഴോട്ട് എല്ലാവർക്കും ഒരേ പെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 15000 രൂപ പെൻഷൻ കിട്ടും. ബാങ്കിൽ നിഷ്ക്രിയ ആസ്തി ഒട്ടുമില്ലതാവും. എല്ലാവരുടെയും പെൻഷൻ ഈ മാർക്കറ്റിൽ ഇറങ്ങും. ഒരേ വ്യക്തിയുടെയും 15000 രൂപ വെച്ച് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ സാമ്പത്തികമായി മാർക്കറ്റ് ചലിക്കപ്പെടും. സമൂഹത്തിന്റെ തരംതിരിവ് 85% കുറക്കപ്പെടും. ഈ ആശയം നിരന്തരമായ ചർച്ചകളിലൂടെ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കണം. ഈ ചർച്ച നിങ്ങൾ എല്ലാവരും സജീവമായി നിലനിർത്തുകയും അതിന് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ ചർച്ച എത്തിക്കുവാൻ താങ്കളും ശ്രമിക്കണം. തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം, ഈ ആശയം സഫലമാകുന്നതുവരെ ഈ ചർച്ച സജീവമാക്കി നിർത്തുവാൻ താങ്കളാലാവുന്നത് ചെയ്യണം. നന്ദി.